കുറച്ചധികം നാളായിട്ട് എൻ്റെ അലമാരയിൽ ഇങ്ങനെ എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്ന കുറച്ച് ഡ്രസ്സുകളാണ് കേട്ടോ ഇത്. ഡ്രസ്സ് മെറ്റീരിയൽസാണിത്. ഇന്ന് ഞാൻ എല്ലാത്തിനെയും കൂടെ ഒന്നിച്ചങ്ങ് എടുത്തിട്ട് ചറപറാന്ന് വെട്ടി. ഇത്രയും നാൾ ഞാൻ ഭയങ്കര മടിയോ എന്തോ എന്നെ ബാക്കിലോട്ട് വലിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പെട്ടെന്ന് എനിക്കൊരു മോട്ടിവേഷൻ കിട്ടി. ഒരാൾ പറഞ്ഞേ, നമ്മളിങ്ങനെ മാറ്റി മാറ്റി വെക്കുക, പിന്നെ അതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ ഒരു കാര്യത്തിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നേക്കാൾ നല്ലത് ആ പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യത്തിൻ്റെ ഒരു ചെറിയ സ്റ്റെപ്പ് അപ്പോൾ തന്നെ എടുക്കുകയാണെങ്കിൽ അതങ്ങോട്ട് നടക്കുന്നത്. അപ്പോൾ കാര്യം ശരിയാണ്. ഞാൻ ആലോചന നിർത്തിയിട്ട് വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങ് വെട്ടിയേക്കാന്ന്. അങ്ങനെ ചറപറ വെട്ടിയിട്ടോ. അപ്പോൾ ഇത് എൻ്റെ അമ്മയ്ക്കുള്ളൊരു നൈറ്റിയും അതിൽ ബാക്കി വന്ന കഷ്ണം വെച്ചിട്ട് ഞാൻ എനിക്കൊരു ഇന്നറിന് വേണ്ടിയിട്ടും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. തുണി വേസ്റ്റ് ആക്കണ്ടല്ലോ. അതിലിനിയിപ്പോൾ ബാക്കി ഇത്ര തുണിയേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് എന്തെങ്കിലും ക്രോസ് പീസായിട്ട് തുന്നാൻ വേണ്ടിയിട്ട് എടുക്കുകയോ അല്ലെങ്കിൽ കുട്ടികളുടെ മറ്റേ എന്താണ് ചെറിയ കെട്ടുടുപ്പൊക്കെ തുന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ഒരു സ്ക്രഞ്ചിക്കുള്ള തുണി വേണമെങ്കിൽ അതിൽ നിന്ന് ഒപ്പിക്കാം. ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്ന ഒരു ഡബിൾ ഷെയ്ഡ് മെറ്റീരിയലാണ് കേട്ടോ. അതിൻ്റെ ലൈനിങ്ങും അവൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ കയ്യിലിരിക്കാൻ തുടങ്ങിയിട്ട് 2-3 മാസമെങ്കിലും ചുരുങ്ങിയതായി. ഇത് ഞാൻ ഇന്നാവാം നാളെ ആവാം ഇതിലെന്തെങ്കിലും ഒരു ഹാൻഡ് വർക്ക് പ്ലാൻ ചെയ്തിട്ട് വേണം അങ്ങനെ ഇങ്ങനെ പല പല പ്ലാനിങ് ആയിട്ട് അതും അവിടെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഞാൻ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാണ്. എൻ്റെ ഒരു ചുരിദാറിൻ്റെ പാറ്റേൺ ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് വരച്ച് ഈസി ആയിട്ട് അങ്ങ് വെട്ടി തയ്ച്ചാൽ മതി. പക്ഷെ അതിനും വയ്യാതെ ഞാനത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ കാര്യം പിന്നെ പറയേ വേണ്ട. ഇതിൻ്റെ അനിയത്തിൻ്റെ കല്യാണത്തിന് നെയ്ബർ ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ. അവളെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 വർഷമായി. കുട്ടികൾക്ക് 2 വയസ്സായി. എൻ്റെ കയ്യിൽ ഈ തുണി തന്നിട്ട് 1.5 വർഷമായി. ഇനി ഇതിങ്ങനെ ഇരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു മെറ്റീരിയലിനോട് ചെയ്തൊരു ദ്രോഹമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതും കൈയോടങ്ങ് വെട്ടി. ഇതൊരു ഫുൾ സെറ്റാണ്. ഈ ചുരിദാറും ബോട്ടും ഷോളുണ്ട്. ഷോളിൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. എന്താണ് ജസ്റ്റ് ഇങ്ങനെ ടാസൽസൊക്കെ വരുന്നൊരു ഷോളാണ്. അങ്ങനെ ഞാൻ കട്ടിങ് 3 എണ്ണത്തിൽ നിർത്തുകയാണ് കേട്ടോ. കാരണം കുറേ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു പീസ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ അതും തപ്പി നടക്കണം. അതുകൊണ്ട് 3 എണ്ണത്തിൽ നമ്മൾ നിർത്തുകയാണ്. ഇനി ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം കേട്ടോ. നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടത് മോട്ടിവേഷനല്ല കേട്ടോ, ഡിസിപ്ലിനാണ്. നമുക്ക് കറക്റ്റായിട്ടൊരു റൊട്ടീനും ഡിസിപ്ലിനും ആണ് വേണ്ടത്. അല്ലാതെ മോട്ടിവേഷൻ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല കേട്ടോ. അതൊരു കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് പോവും. അപ്പോൾ ഓക്കെ, താങ്ക് യു.